ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ അരങ്ങേറിയ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ദില്ലി സർക്കാരും കോൺഗ്രസും രാഷ്ട്രപതിക്ക് മുന്നിൽ. പാക് അനുകൂലി എന്ന പേരിൽ ആരെയും മർദ്ദിക്കാവുന്ന സാഹചര്യമാണ് ദില്ലിയിലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ അറിയിച്ചു. ജെഎൻയുവിന് പിന്തുണയുമായി ദില്ലിയിൽ നിരവധി പേർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് നടന്നു. ദില്ലിയിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നെന്നറിയിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രപതിയെ കണ്ടത്. ദില്ലിയിൽ ജംഗിൾ രാജാണ് അരങ്ങേറുന്നതെന്നും രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് സംഘം രാഷ്ട്രപതിയെ അറിയിച്ചു. Across the country, the RSS is trying to impose a flawed ideology on the students of this country. പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് ആരെയും തല്ലിക്കൊല്ലാവുന്ന സ്ഥിതിയാണ് ദില്ലിയിലെന്ന് രാഷ്ട്രപതിയെ കണ്ട ശേഷം കേജ്രിവാൾ പറഞ്ഞു. അതിനിടെ കനയ്യകുമാറിനെ നിരുപാധികം വിട്ടയക്കണമെന്നും ജെഎൻയുവിലെ പോലീസ് നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ദില്ലിയിലെ മാർച്ച്. ജെഎൻയു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഐക്യദാർഢ്യവുമായി നിരവധി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും മാർച്ചിൽ അണിനിരന്നു. Delhi police has unleashed unprecedented violence in JNU campus, arrested people under sedition class. This is all atrocious and this should stop. This is not just to save JNU. It's to save democracy, it's to save the Indian constitution from the hands of the most anti-national elements. പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും മണ്ഡി ഹൗസിൽ നിന്നാരംഭിച്ച മാർച്ച് ജന്തർ മന്ദിർ വരെ നീണ്ടു. ജെഎൻയു വിഷയത്തിൽ ആളിപ്പടരുന്ന പ്രതിഷേധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ മാർച്ച്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം നിയന്ത്രിക്കുക സർക്കാരിന് തലവേദനയാകും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ മണി എസ് അടൂരിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.